തോട്ടിനക്കരെയും ഇക്കരെയും വലിയ പാടങ്ങളായിരുന്നു. മഴക്കാലത്ത് നിറഞ്ഞൊഴുകുന്ന തോട്ടിൽ ചിലപ്പോഴൊക്കെ തേങ്ങയും മരച്ചില്ലകളും ഒഴുകി വന്നു. ഇടവഴികൾ ഉറവകൾ കൊണ്ട് നിറയും. നാട്ടുപാതകൾ കുട്ടികൾക്ക് കളിസ്ഥലമായി. കാലുകൾ ചെളിയിൽ പൂണ്ടുപോകും. ചിലപ്പോൾ വല്ലാതെ ആയത്തിൽ ആർപ്പുവിളിയും കുസൃതികളുമായി അവർ ശരിക്കും മഴക്കാലം ആസ്വദിച്ചു. നന്ദുവിൻ്റെ അച്ഛൻ അവനെ പുറത്തിറങ്ങാനേ അനുവദിച്ചില്ല. പനി പിടിക്കുമെന്ന് പറഞ്ഞ് അവനെ എല്ലാറ്റിൽ നിന്നും വിലക്കി. ഞാവൽ പഴങ്ങൾ പെറുക്കാനും ഞാറ്റുപാടത്ത് കാറ്റ് കൊള്ളാനും പുത്തൻ മഴയുടെ ചൂര് നുണയാനും അവന് ഭാഗ്യമുണ്ടായില്ല. നനവ് തട്ടാത്ത ബാല്യം എത്ര വിരസമാണ്. പൂക്കളും ചെടികളും താളും തകരയും പോലെ നിലം തൊട്ടു വളരുമ്പോഴേ ബാല്യം പൂങ്കാവനമാകൂ. നന്ദു പൂങ്കാവനത്തിലെ ഒരു ചെടിയല്ലേ. അവൻ മുറ്റത്തിറങ്ങി, പിന്നെ തൊടിയിലിറങ്ങി ആവോളം നനഞ്ഞു. അന്ന് അവൻ്റെ അച്ഛൻ പനിച്ചു കിടന്ന ദിവസം. പുറത്ത് വലിയ ബഹളം കേട്ട് ഹെഡ്മാസ്റ്റർ നാണുമാഷ് ഓടി വന്നു. കൂടെ കുട്ടികൾ കിണറ്റിന് ചുറ്റും കൂടി നിന്നിട്ടുണ്ട്. വിനായകൻ പറന്നു വന്ന് നാണുമാഷുവിൻ്റെ അടുത്തെത്തി. മാഷേ, കിണറ്റിൽ തൊട്ടി വീണു മാഷേ. നാണുമാഷ് ഒന്ന് ചിരിച്ചു. ഇതിനാണോ എല്ലാവരും ഇങ്ങനെ ബഹളം വെക്കുന്നത്? എല്ലാവരോടും പോവാൻ പറ. വിനായകൻ ഇതെന്തൊരു മാഷ് എന്ന നിലയിൽ നാണുമാഷെ നോക്കി. എന്താടാ? നാണുമാഷ് ചോദിച്ചു. അവൻ പറഞ്ഞു, സാറേ, ശ്രുതിയും വീണിട്ടുണ്ട്. അപ്പോഴേക്കും നാണു മാസ്റ്റർ പിടഞ്ഞെഴുന്നേറ്റ് കിണറ്റിൻ കരയിലെത്തി. ആളുകൾ വട്ടം കൂടിയിരുന്നു. ശ്രുതിയെ ആരൊക്കെയോ താങ്ങിയെടുത്തു. 5ാം ക്ലാസ്സിൽ നിന്നും ഓരോ കുട്ടികളെ വീതം ക്ലാസ് ലീഡർ സ്റ്റാഫ് റൂമിലെത്തിച്ചു. എല്ലാവർക്കും വയറെരിച്ചിൽ. ഓരോരുത്തരും ബെഞ്ചിലിരുന്നു. എല്ലാവരുടെയും കണ്ണ് ചുവന്നിരുന്നു. എന്തു പറ്റി? റംല ടീച്ചർ ചോദിച്ചു. ഷംനാദ് കൊണ്ടുവന്ന വെള്ളം കുടിച്ചതാ ടീച്ചറെ, ലീഡർ പറഞ്ഞു. എന്തു വെള്ളമാ അവൻ കൊണ്ടുവന്നത്? അവനെ വിളിച്ചു കൊണ്ടുവാ, ടീച്ചർ പറഞ്ഞു. കുപ്പിവെള്ളം. പിടിച്ച് ഒരു കുട്ടിയെ എല്ലാവരും കൂടി സ്റ്റാഫ് റൂമിലെത്തിച്ചു. ഇവൻ ഇതിൽ പലതും ചേർത്തിട്ടുണ്ട് ടീച്ചറെ. ഏറെ ചോദിച്ച ശേഷം അവൻ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് വെളിപ്പെടുത്തി. അച്ചാർ പൊടി, വിനാഗിരി, പുളി, ചെറുനാരങ്ങ നീര്, മുളക് പൊടി, ഉപ്പ്, കട്ടൻ ചായ. ഇവൻ ഇത് പൈസക്ക് വിൽക്കാറുണ്ട്, ലീഡർ വെളിപ്പെടുത്തി. റോഷിൻ, നീ എന്തിനാണ് ഇന്നലെ നിവേദിനെ തല്ലിയത്? ഷിജു സാറിൻ്റെ ചോദ്യം കേട്ട് റോഷിൻ മീച്ചു നിന്നു. വരാന്തയിൽ നിവേദിൻ്റെ അച്ഛൻ നിൽപ്പുണ്ടായിരുന്നു. തൻ്റെ മകനെ തല്ലിയവനെ ഒന്നു കാണാൻ ഒരുവിധം കാര്യങ്ങൾ പറഞ്ഞ് ഷിജു മാസ്റ്റർ അദ്ദേഹത്തെ മടക്കി അയച്ചു. ഷിജു സാർ ബോർഡിലേക്ക് തിരിഞ്ഞപ്പോഴേക്കും റോഷിൻ ഒരു മിന്നായം പോലെ പുറത്തേക്ക് ഓടി. എന്തോ തുപ്പാനോ മറ്റോ പോയതാവുമോ? ഷിജു മാസ്റ്റർ പുറത്തേക്ക് നോക്കി. അവനെ എവിടെയും കണ്ടില്ല. തൊട്ടടുത്ത ക്ലാസ്സിലെ ഗീത ടീച്ചറോട് കാര്യം പറഞ്ഞു. പിന്നീട് സ്റ്റാഫ് റൂമിലും ഹെഡ് മാസ്റ്ററുടെ അടുത്തും വിവരമെത്തി. എവിടെയും റോഷിനെ കണ്ടില്ല. ഷിജു മാസ്റ്റർ അന്ന് ക്ലാസ്സിൽ പോകാതെ സ്റ്റാഫ് റൂമിൽ ടെൻഷൻ അടിച്ചിരുന്നു. പലരും ആശ്വസിപ്പിച്ചു. റോഷിൻ്റെ അച്ഛനും ബന്ധുക്കളും എത്തി. എല്ലാവരും എല്ലായിടത്തും പരതി. പോലീസിനെ വിവരം അറിയിച്ചു. ആരാണ് ഷിജു മാസ്റ്റർ എന്ന് ചോദിച്ചുകൊണ്ട് ചില നാട്ടുകാരും എത്തി. ബെല്ലടിച്ചിട്ടും അധ്യാപകർ സ്കൂൾ വിട്ടു പോയില്ല. റോഷിൻ്റെ അച്ഛൻ തളർന്നൊരു കസേരയിലിരിക്കുന്നു. കിട്ടി സാർ, കിട്ടി, ആരോ ഓടി വന്നു പറഞ്ഞു. പുതുതായി നിർമ്മിക്കുന്ന ഒരു വീടിൻ്റെ അടുത്ത് ഒളിച്ചു നിന്ന റോഷിനെ ഏതോ നാട്ടുകാർ കണ്ടെത്തി. എല്ലാവരും ആശ്വാസം കൊണ്ടു. ഷിജു മാസ്റ്റർക്ക് താൻ ചെയ്ത തെറ്റെന്താണെന്ന് മനസ്സിലായില്ല.
10 ദിവസം കഴിഞ്ഞാണ് അവൻ ക്ലാസ്സിലെത്തിയത്. ഒരു ദിവസം ഷിജു മാസ്റ്റർ രഹസ്യമായി അവനോട് ചോദിച്ചു, എന്തിനായിരുന്നു നീ ഓടിപ്പോയത്? അവൻ മാഷെ നോക്കിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ എന്നോട് അങ്ങനെ പറയുമെന്ന് ഞാൻ കരുതിയില്ല. ഷിജു മാസ്റ്റർ തലയിൽ കൈവച്ചു. ഞായറാഴ്ച വീട്ടിൽ വിരുന്നുകാരുണ്ടായിരുന്നു. ഇളയമ്മയും അവരുടെ 2 കുട്ടികളും, അപ്പുവും കിങ്ങിണിയും. അപ്പു സ്കൂളിൽ പോകാൻ തുടങ്ങി. കിങ്ങിണിക്ക് 3 വയസ്സ് മാത്രം. അവൾ ഒരിടത്തും അടങ്ങിയിരിക്കില്ല, എല്ലാം വാരി വലിച്ചിടും. അവൾ ഉണ്ണിക്കുട്ടൻ്റെ അക്വേറിയത്തിന് ചുറ്റും കൗതുകത്തോടെ നോക്കി. അത് തൊട്ടു നോക്കി, എല്ലാം വാരി വലിച്ചു നോക്കി. ഇടയ്ക്കിടെ അവൾ വീണുകൊണ്ടിരുന്നു. പിന്നീട് വീണ്ടും എഴുന്നേറ്റ് ഓടും. അപ്പു പിന്നാലെ ഓടും. വെറുതെ കളിക്കാനാണ്. ഒടുവിൽ 2 പേരും വീണ് കെട്ടിപ്പിടിച്ചു ചിരിക്കും. മുതിർന്നവർ എല്ലാം നോക്കി നിൽക്കും. ചിലപ്പോൾ അവർ പിടിച്ചു മാറ്റും. എത്ര മാറ്റിയാലും അവരുടെ ഓട്ടം അവസാനിക്കുകയില്ല. ഒടുവിൽ വീണ് കരയുന്നത് വരെ. പിന്നെ അവൾ എല്ലാവരെയും നോക്കി വിതുമ്പും. അത് കാണുമ്പോൾ ചിരിക്കും. ഉണ്ണിക്കുട്ടൻ ഇപ്പോൾ അവരെ പോലെ ഓടാൻ കഴിയുന്നില്ല. എല്ലാവരും കളിയാക്കും. നീ വലുതായില്ലേ? ഉണ്ണിക്കുട്ടനെ വല്ലാതെ സങ്കടമാക്കുന്ന ചോദ്യം. അവൻ അപ്പുവിനെ കൂട്ടി അകത്തേക്ക് കൊണ്ടുപോയി. എത്ര ദിവസം കഴിഞ്ഞാണ് വേനൽ അവധി എത്തിയത്? മടുപ്പിക്കുന്ന പരീക്ഷാ ദിനങ്ങൾ വേനലിൻ്റെ ചൂടിനൊപ്പം ഭാരം കൂട്ടിയിരുന്നു. 2 മാസം കഴിഞ്ഞ് ഇനി സ്കൂളിൽ പോകേണ്ടതുള്ളൂ. പ്രകൃതി പൊടിമയമായിട്ടുണ്ട്. വെള്ളക്ഷാമം രൂക്ഷം. കിണറിൽ വെള്ളം അവസാനത്തെ പടുവരെ എത്തി. രാത്രിയിൽ പോലും വിയർത്തൊലിച്ചു ദേഹം. എല്ലാവരും കയ്യും കാലും നീർത്തി വെറും നിലത്ത് കിടക്കാൻ ഇഷ്ടപ്പെട്ടു. ഉണ്ണിക്കുട്ടൻ്റെ വീട് ചൂടിൽ വെന്തുരുകി. മിഥുൻ ചേട്ടന് കിടക്കാൻ ഒരുപാട് സ്ഥലം വേണം. അവൻ കാല് ദേഹത്ത് മുട്ടിയാൽ വയക്കിടും. രാവിലെ ആകുമ്പോഴേക്കും എല്ലാവരും വാടിയ ചെടികൾ പോലെയുണ്ടാവും. പുറത്ത് നാട്ടുമാവിൽ നിന്നും വീണ മാങ്ങയുടെ ചുനം മണം കൊതിപ്പിക്കുന്നതാണ്. ഉണ്ണിക്കുട്ടനും ചേട്ടനും അവ പെറുക്കിയെടുത്തു കൊണ്ടുവരും. ഒരു ഭാഗം കടിച്ച് ഉറുമ്പി കുടിക്കാനാണ് 2 ആൾക്കും ഇഷ്ടം. വേനലിൻ്റെ ചുനയുള്ള മധുരം ഇടയ്ക്ക് ചുണ്ടുകൾ പൊള്ളിച്ചെങ്കിലും ഉള്ളം കുളിർപ്പിച്ചു. ഉണ്ണിക്കുട്ടൻ വൈകുന്നേരം ഒരിക്കലും തനിച്ച് വീട്ടിലേക്ക് മടങ്ങുകയില്ല. അവന് 2 കാര്യങ്ങളെ പേടിയാണ്. ഒന്ന്, വഴിയോരത്ത് കറങ്ങി നടക്കുന്ന നായകളെ. മറ്റൊന്ന്, ഇടവഴികളിലൂടെ കടന്നു പോകുന്ന ഒമ്നി വാനുകളെ. കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്ന വാർത്തയാണ് ഒമ്നി വാനുകളെ പേടിയാകാൻ കാരണം. നാട്ടിടവകളിൽ നിന്നും കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി വിൽക്കുന്ന വാർത്തകൾ അവൻ കേട്ടിട്ടുണ്ട്. ഒമ്നി വാൻ കാണുമ്പോൾ അവൻ ഇടവഴികളിൽ നിന്നും മാറി നിൽക്കും. തൻ്റെ നാടും വീടും കണ്ണിൽ നിന്നും മറയുന്നത് പോലെ തോന്നും. ക്രൂരന്മാരായ ആളുകളെ കുറിച്ച് ഓർക്കും. രാത്രി കിടക്കുമ്പോൾ ഇടയ്ക്ക് അതെല്ലാം സ്വപ്നമായി കാണുകയും ചെയ്യും. അപ്പോൾ എഴുന്നേറ്റ് ലൈറ്റ് തെളിയിക്കും. വെളിച്ചത്തിൽ അവൻ ആശ്വസിക്കും. ലോകത്തിരുട്ട് വേണ്ടെന്ന് അവൻ പ്രാർത്ഥിക്കും. വിഷുക്കാലം നല്ല രസമാണ്. പടക്കങ്ങൾ വാങ്ങി പൊട്ടിക്കാൻ പണം സ്വരൂപിക്കണം. അമ്മയെയും അച്ഛനെയും സോപ്പിട്ട് ഇടയ്ക്കിടെ പൈസ ഒപ്പിക്കും. കടയിൽ പോയി പടക്കങ്ങൾ സംഘടിപ്പിക്കും. കുത്തിപ്പൊട്ടിക്കുന്ന പൊട്ടാസ് വൻ ശബ്ദത്തിൽ പൊട്ടുന്നതായി ഉണ്ണിക്കുട്ടന് തോന്നി. കുറിഞ്ഞിപ്പൂച്ചയുടെ അടുത്ത് രഹസ്യമായി ചെന്ന് പടക്കം പൊട്ടിക്കും. അത് ഓടിപ്പോകുമ്പോൾ അവൻ കണ്ടു രസിക്കും. കളിത്തോക്കിൽ
തിര വെച്ച് പൊട്ടിച്ച് എല്ലാറ്റിനെയും പേടിപ്പിക്കും. കാക്ക, അണ്ണാൻ, ഓന്ത്, അരണ, പൂമ്പാറ്റ എന്നിവയെയാണ് പേടിപ്പിക്കുക. തൻ്റെ നിയന്ത്രണത്തിലാണെന്ന തോന്നലുണ്ടാവും അപ്പോൾ. നമ്മെ കണ്ട് മറ്റുള്ളവർ പേടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമാണ് അധികാരമെന്ന് തോക്ക് കയ്യിലുള്ളപ്പോൾ അവനും തോന്നിത്തുടങ്ങി. ഓമതി പശു പടക്കം പൊട്ടുംതോറും ആലയിൽ ചാണകമിട്ട് കൊണ്ടിരിക്കുന്നു. അവന് ചിരി വന്നു. വേനൽ വേവിൻ്റെ നാളുകളാണ്. എല്ലാറ്റിനും ഒരു വിങ്ങൽ അനുഭവപ്പെടും. വെള്ളം പോലും വാടിപ്പോകും. എല്ലാവരുടെയും ദേഹത്ത് വേവിൻ്റെ മണമുയരും. കിളികളെല്ലാം വെള്ളം അന്വേഷിച്ച് നടക്കും. ഉണ്ണിക്കുട്ടൻ ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് മുറ്റത്ത് കൊണ്ടുവച്ചു. പൊട്ടിയ ഒരു കലമായിരുന്നു അത്. വെള്ളം നിറഞ്ഞ പാത്രം കണ്ട് ഒരു കാക്ക അതിനടുത്ത് വന്നു. തിരിഞ്ഞും മറിഞ്ഞും നോക്കി. ഉണ്ണിക്കുട്ടനും ഒളിഞ്ഞു നോക്കി. കാക്ക കൊക്ക് താഴ്ത്തി വെള്ളം കുടിച്ചു. തിരിച്ചു പോയി വീണ്ടും വന്നു. രണ്ടാമത്തത് വന്നപ്പോൾ അതിൻ്റെ കൊക്കിൽ ഒരു പുഴുണ്ടായിരുന്നു. അവനത് വെള്ളത്തിൽ കഴുകിയെടുത്തു വായിലിടുന്നത് കണ്ടു. ഉണ്ണിക്കുട്ടന് അറപ്പായി. അയ്യേ, ഇതിന് വെള്ളം കുടിച്ചാൽ പോരെ, ആകെ വൃത്തികേടായി. കുറച്ചു കഴിഞ്ഞ് ഒരു ചെമ്പോത്ത് അതുവഴി വന്നു. ഈന്ത് മരത്തിൽ കയറി കുറച്ചു നേരം ശബ്ദമുണ്ടാക്കി. വെള്ളം കുടിക്കാൻ വന്നില്ല. കറുപ്പും ചെമ്പൻ നിറവും കലർന്ന ചിറക്, ചുവന്ന കണ്ണ്. എവിടുന്നാണ് ഇവ വരുന്നത്? കൂട് എവിടെയാണ്? അവൻ ആലോചിച്ചു. തളർന്നിരിക്കുമ്പോൾ കിട്ടുന്ന ദാഹനീരിന് ആസ്വാദനം കൂടില്ലേ? അവൻ കലത്തിൽ പോയി വീണ്ടും വെള്ളമൊഴിച്ചു.